അത് വിശദമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും പാളിച്ചകൾ LDFനോ പാർട്ടിക്കോ ഉണ്ടോ എന്നത് വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, അത് പാർട്ടിയുടെയും LDFൻ്റെയും ചർച്ചകളിലൂടെ വേണം ശരിയായി കണ്ടെത്താൻ. 2019 പരാജയത്തെ തുടർന്ന് വിശദമായി വിശകലനം ചെയ്തതിന് ശേഷമാണ് അന്ന് ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് അതിജീവനത്തിൻ്റെ മാർഗം കണ്ടെത്തിയത്. അങ്ങനെയൊരു അതിജീവന പ്രക്രിയ പാർട്ടിയും LDFും നടത്തിയതിനെ തുടർന്നാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. 2019 അതേപടി 2020 2021 ഉണ്ടായിട്ടില്ല. 2024 2019 ആവർത്തിക്കില്ലെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ സ്ഥിതി മറിച്ചായി. അതുകൊണ്ട് അത് വിശദമായിട്ട് തന്നെ ഒരു പരിശോധന അറിയിക്കുന്ന കാര്യമാണ്. വോട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ കോടി അനുകൂലമായി കോടിയപ്പെടും എന്ന് പ്രതീക്ഷിച്ച പല കേന്ദ്രങ്ങളുണ്ട്. നിയമസഭാ മണ്ഡലവും ബൂത്തുകളെടുത്ത് പരിശോധിച്ചാൽ പക്ഷേ അവിടെ അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇടതനുഭാവി വോട്ടുകൾ തന്നെ തോന്നിട്ടുണ്ടെന്ന് ഇന്റർനെറ്റിലേക്ക് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് അതിൽ വോട്ട് അല്ല, LDF വിജയിച്ചില്ല എന്നത് തന്നെ തീർച്ചയായും ഗൗരവമായി പരിശോധന അർഹിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറയുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഏതെങ്കിലും ഒരു ഘടകം മാത്രമായിരിക്കില്ല. അപ്പോൾ അത് വിശദമായിട്ടുള്ള ഒരു പരിശോധന അർഹിക്കുന്ന ഒന്നാണ്. സുരേഷ് ഗോപിയുടെ വിജയം ഒറ്റപ്പെട്ട ഒന്നാണ്. അതെ, അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിക്കില്ലെന്ന് തന്നെയാണ് കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ പ്രതീക്ഷ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനവിധി തൃശ്ശൂരിലുണ്ടായി. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അവിടെ വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായ വോട്ടിൻ്റെ കണക്കിൻ്റെ വിശദാംശങ്ങൾ പോലും വരാത്ത ഒരു സാഹചര്യത്തിൽ നാം അഭിപ്രായങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് വിശദമായ ഒരു പരിശോധന അർഹിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി.